നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ മിഥുന രാശി, മിഥുനക്കൂറുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് വിഷമസ്ഥിതിയാണ്. മിഥുനക്കൂറുകാർക്ക് അല്പം വിഷമസ്ഥിതിയാണ്, സങ്കടാനുഭവങ്ങളാണ്, തടസ്സാനുഭവങ്ങളാണ്, രോഗസ്ഥിതികൾക്കൊക്കെ രോഗസ്ഥിതിയൊക്കെ വന്നു ചേർന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണ്. എന്തായാലും ഇതിനെക്കുറിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. മകീരം, തിരുവാതിര, വ്രതം നാളുകാർ ഒന്ന് ശ്രദ്ധിക്കാൻ വളരെ നന്നായിരിക്കും. ജോലി കാര്യങ്ങളിലാണെങ്കിലും നമ്മളുടെ ആക്കായിട്ടുള്ള സംസർഗം കാര്യങ്ങൾ, നമ്മളുടെ പെരുമാറ്റ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അലോഹ്യം ഉണ്ടാക്കും, തല്ലൊടുത്തുണ്ടാക്കും, കലഹങ്ങളുണ്ടാക്കും. എല്ലാവരുമായിട്ടും അതെ. അത് കുടുംബത്തിനായാലും ജോലി സ്ഥലത്ത് ആയെങ്കിലും അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളുടെ സാമീപ്യവും അതുപോലെ തന്നെ നമ്മളുടെ സംസാര രീതികളും പല കലഹങ്ങളും ബുദ്ധിമുട്ടുകളും അലോഹ്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മാറ്റം വരും, വിഷമിക്കാനില്ല. നല്ലൊരു മാറ്റം വരും. ഭാഗ്യാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും തടസ്സങ്ങളും നീങ്ങിയ അനുഭവങ്ങളൊക്കെ വരും, ഒരു സംശയമില്ല. പക്ഷെ എന്നാലും ഇപ്പം ഈ സമയം എന്ന് പറഞ്ഞാൽ മിഥുനക്കൂറുകാർക്ക് ഇത്തിരി വിഷമസന്ധിയാണ്. ആലോചിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വിഷമിക്കുന്നുണ്ടാവും. മകയിലും തിരുവാതിര പുറത്ത നാളുകാരെ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് സങ്കടപ്പെടാനുണ്ടാവും. പുരുഷന്മാർ പ്രധാനമായിട്ട് ജോലി രംഗത്ത് ധനാവധി ധനം സമ്പാദിക്കാനുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു വിഷമസന്ധി ഉണ്ടാവും. സാമ്പത്തിക ബാധ്യതകൾ അനവധി വന്നു കൂടും. ശരീരത്തിനാണെങ്കിൽ ഒരു സ്വസ്ഥതക്കുറവും ആരോഗ്യപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്പം ചെറിയ ചെറിയ ഇവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഒക്കെ വരുന്നൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് അലോഹ്യങ്ങൾ, കുടുംബത്തിലാണെങ്കിലും സന്താനങ്ങളോടാണെങ്കിലും സുഹൃത്ത് വലയത്തിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലൊക്കെ അലോഹ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇറങ്ങുന്നതും നടത്തുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തിരുവാതിര ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം കൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാനൊക്കെ പറ്റിയ സമയമാണിത്. ആരും ഭയപ്പെടണ്ട. അനവധി വലിയ രീതിയിലൊന്നും അല്ലെങ്കിൽ കൂടി ചെറിയ രീതിയിലൊക്കെ വല്ല വീഴ്ചകളോ ഒടിവുകളൊക്കെ സംഭവിക്കാൻ പറ്റിയ സമയമാണ് തിരുവാതിര നാളുകാർക്ക്. ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. എന്താണെങ്കിലും ഈ നാളുകാർക്ക് അല്പം വിഷമസന്ധിയാണ്. മകയിലും തിരുവാതിര പിറന്ന നാളുകാർക്ക് വിദേശത്ത് പോകാൻ നോക്കണ ആൾക്കാർക്ക് അത് നടക്കാത്ത അവസ്ഥ വരും. ടെസ്റ്റ് പരീക്ഷകൾ അങ്ങനെയൊക്കെ നോക്കണ ആൾക്കാർക്ക് അതൊന്നും നമുക്ക് ആഗ്രഹിക്കുന്ന വിജയത്തിലെത്തിക്കാൻ സാധിക്കില്ല. പഠനത്തിനകത്ത് അല്പം കിഴപ്പോട്ട് പോകണ അവസ്ഥകളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, ഓർമ്മക്കുറവുണ്ടാവും. പരീക്ഷകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കില്ല. പിന്നെ പ്രവർത്തന മേഖലയിൽ വിഷമസന്ധികൾ ഉണ്ടാവും. കർമ്മരംഗത്ത് അതായത് അവരുടെ ജോലി രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സാമ്പത്തിക ബാധ്യതകൾ വന്ന് ചേരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോഹ്യങ്ങൾ വരും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ ശരീരത്തിൻ്റെ ആണെങ്കിൽ കാൽഭാഗത്ത് അല്പം കാൽഭാഗത്ത് കഴുത്ത് തല ഭാഗത്തൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചിന്തിക്കുകയാണെങ്കിൽ കൂടപ്പിറപ്പുകളൊക്കെ ആയിട്ട് അലോഹ്യങ്ങൾ വരും. ചില കാര്യങ്ങളൊക്കെ അലോഹ്യങ്ങൾ വരും. അതൊക്കെ കലഹമാവും. അതൊക്കെ നമ്മൾ തമ്മിൽ പിരിഞ്ഞിരിക്കാനും മിണ്ടാതിരിക്കാനൊക്കെ ഉള്ള അവസരങ്ങളാവും. എന്നാൽ കൂടി ചില കാര്യങ്ങൾ നടക്കും. ഇപ്പം മകയിലെ നാളുകാരുടെ പുറത്തെ നാളുകാരുടെയൊക്കെ ഒരു 9 കാര്യം നടന്നില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് നടക്കും. അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ നമ്മൾ നടക്കും. 5-6 കാര്യങ്ങൾ മുടങ്ങിയാലും അപ്പോൾ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തും. അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതൊന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കുറച്ച് ആളെ 1-1.5 മാസം എങ്ങനെയെങ്കിലും തള്ളി നീക്കണം. ഈ പുതുവർഷത്തിൽ 1-1.5 മാസക്കാലം തള്ളി നീക്കണം. ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. വിവാഹം നോക്കണ ആൾക്കാർക്ക് അതിന് തടസ്സങ്ങൾ വരും. സ്ഥലം അല്ലെങ്കിൽ ഗൃഹം വാഹനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുതിയത് വാങ്ങിക്കാനും നിർമ്മിക്കാനൊക്കെ നോക്കണ ആൾക്കാർക്കൊക്കെ അതിനും ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും.
യാത്രാക്ലേശങ്ങളുണ്ടാവും, വിദ്യാതടസ്സങ്ങളുണ്ടാവും, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. മകീരം തിരുവാതിര പുറത്തുന്ന ആളുകാർ അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാം. അപ്പം അതിന് പ്രായച്ചിത്തമായിട്ടാണെങ്കിൽ അതിൻ്റെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാനാണെങ്കിൽ വിഷ്ണുപ്രീതി ഉണ്ടാവണം എന്ന രീതിയിലേ ഗുരുവായൂരപ്പന കൃഷ്ണനെ കുറിച്ച് പ്രാർത്ഥിക്കണം. കൃഷ്ണനി നെയ്വിളക്ക് ഭാഗ്യസുക്ത മന്ത്രാസനെ കഴിച്ച് പ്രാർത്ഥിക്കുക. മഹാദേവന് ജലധാര കഴിച്ച് പ്രാർത്ഥിക്കുക. മഹാദേവന് വിശേഷാൽ ജലധാര പിൻവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യസ്വാമിക്ക് അഷ്ടോത്തര മന്ത്രാർച്ചന തിരുമധുരം എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കുക. ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ഈ അമ്പലങ്ങളിൽ പോയി മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. കൃഷ്ണനെ പോയി പ്രാർത്ഥിക്കണം, മഹാദേവനെ പോയി പ്രാർത്ഥിക്കണം, സുബ്രഹ്മണ്യസ്വാമിയെ പോയി പ്രാർത്ഥിക്കണം. ഇവിടെയൊക്കെ പോയി മനസ്സറിഞ്ഞ് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ അടുത്തടുത്ത് പോയി പ്രാർത്ഥിച്ച് നമ്മളുടെ ഈ ആപത്തിൽ നിന്ന് നമുക്ക് മോചിതരായി വരാനായിട്ട് ഏറ്റവും നന്നായിട്ട് ശ്രമിക്കണം. കാരണം നമുക്ക് ഈ അസുഖങ്ങൾ വരുന്ന കൂട്ട് തന്നെ നമുക്ക് ചില സമയദോഷങ്ങൾ വരും. അതിൽ നിന്ന് കയറി നമ്മൾ ഉറവായിട്ട് വരും, സംശയം വേണ്ട. അപ്പോൾ ഈ നാളുകാരൊക്കെ ഉണർന്ന് വരും, മികവോടെ വരും, സംശയം വേണ്ട. മഹാദേവനെ പ്രീതിപ്പെടുത്താം, കൃഷ്ണനെ പ്രീതിപ്പെടുത്താം, സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്താം. അവരിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിക്കാം. അപ്പോൾ നമ്മളുടെ കുറച്ച് ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും. പിന്നെ സർപ്പപ്രീതി നല്ലതാണ്. സർപ്പത്തിന് എന്തെങ്കിലും ആയില്യം പൂജ കഴിച്ച് പ്രാർത്ഥിക്കുക, കദളിപ്പഴവും മഞ്ഞപ്പൊടിയൊക്കെ കൊണ്ടുപോയി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ശമനം ലഭിക്കും. മനസ്സിനൊരു സംതൃപ്തി കിട്ടും, സന്തോഷം കിട്ടും, തടസ്സങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും, രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും, ലോഹ്യങ്ങളിൽ നിന്ന് മോചനം കിട്ടും, കർമ്മരംഗത്തെ തടസ്സങ്ങളിൽ നിന്ന് മോചനം കിട്ടും, ഈ സാമ്പത്തിക ബാധയിൽ നിന്ന് മോചനം കിട്ടും. എന്താണെങ്കിലും ജനുമാസം കഴിഞ്ഞ് ഫെബ്രുവരി മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇതിനൊക്കെ നല്ല രീതിയിൽ വ്യത്യാസങ്ങളാവും, പേടിക്കാനില്ല. എന്നാലും ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർ വീണ്ടും വീണ്ടും പറയാൻ ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ടുകളിലേക്കൊന്നും വീഴരുത് പോയി, ചാടരുത് പോയി, ആപത്തുകളൊന്നും വരുത്തി വയ്ക്കരുത്. ശരിക്കും പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദുരിതങ്ങളും ദോഷങ്ങളും ആപത്തുകളെല്ലാം നീങ്ങട്ടെ. എല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെല്ലാവരും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കമൻ്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകം പ്രാർത്ഥന എത്തിക്കാൻ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ.